നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. എൻ്റെ ചാനൽ STR സ്കൂൾ ഓഫ് വിസ്ഡം. കഴിഞ്ഞ നവരാത്രി സമയത്താണ് ഇത് തുടങ്ങിയത്. നമ്മുടെ ചാനൽ ഏകദേശം 1000 ടോക്സ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. 500 പബ്ലിക്കും 500 പ്രൈവറ്റുമാണ്. ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും നമ്മൾ ചെയ്തിരുന്നു. കിട്ടുന്ന ടോപ്പിക്കുകൾ അപ്പം വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ പല ജാതിയും മതവും റിലീജനും ഒക്കെ നമ്മളൊരു സെക്കുലർ സ്റ്റേറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ രാജ്യമായതുകൊണ്ട് നമ്മൾ ഇവരുമായിട്ടെല്ലാം ഇടപഴകായിരുന്നു. നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഇൻ്റർകാസ്റ്റ് മാരേജ്, ഇൻ്റർ റിലിജൻ മാരേജ്, ഇതൊക്കെ നമുക്ക് ചുറ്റും നിലവിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യനാണ്, മുസ്ലിമാണ്, ബുദ്ധിസമാണ്, ജൈനിസമാണോ, അങ്ങനെയൊന്നും ഇല്ല സ്പിരിച്വാലിറ്റിയിൽ. പിന്നെ എന്താണിത് തങ്ങളിലുള്ള വ്യത്യാസം, ഇവരുടെ കോൺട്രഡിക്ഷൻസ് എന്താണ് എന്ന് ഞാൻ വളരെ ക്ലോസായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. തിയോസഫിക്കൽ സൊസൈറ്റിയിലൊക്കെ ഒത്തിരി ക്രിസ്ത്യൻസും മുസ്ലിങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഇവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പല റിലീജിയനുള്ളവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു ചില കാര്യങ്ങളിൽ അവർ യോജിക്കും, പക്ഷെ ചിലതിൽ അവർ ഒട്ടും യോജിക്കാറില്ല. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാര്യം ഒന്നാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പലത് പറയുന്നു. ക്രിസ്ത്യാനിറ്റി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ജൂതന്മാരെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു. ഇത് നമ്മുടെ ഈ ചാനലിൽ വേൾഡ് കൺട്രോൾ ചെയ്യുന്ന ടോപ്പ് 10 റിലിജൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെയും ഈ ഇത് വരാൻ കാരണം ഇതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് ഇതിന് പല വായനയിലൂടെയും പലരുടെയും പ്രഭാഷണങ്ങളും ഒക്കെ കേട്ടതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. ഇന്നത്തെ ദിവസം ഇത് മാറാം, തോട്ടെപ്പോഴും മാറി വരുന്ന കാര്യമാണ്. ഒന്നും നമുക്ക് 100% ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഓരോ പർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ ഒരു റിഫ്ലക്ഷനാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞായിരിക്കത്തില്ല നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ, ഈ ആകെ ഇവർ തങ്ങളിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, പല വ്യത്യാസങ്ങളിലും ഒരു വ്യത്യാസം ഞാൻ കണ്ടത്, കുറച്ച് പേര് പറയുന്നു ഈ ഒരു ജന്മം മാത്രമേ ഉള്ളൂ, എന്നാൽ കുറച്ച് പേര് പറയുന്നു വേറെ ജന്മങ്ങളുണ്ട് എന്ന്. അപ്പം ഇപ്പം നമ്മൾ മൊത്തം വേൾഡിലെ റിലിജൻ എടുത്താൽ, ഒരു ടോപ്പ് 20 എടുത്താൽ, അല്ലെങ്കിൽ ഒരു 10 എടുത്താൽ, അതിൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുനർജന്മം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ്, അതായത് ഇന്ത്യ പോലുള്ള ഈ രാജ്യങ്ങളിലുള്ള ഈ ഒരു മേഖലയിലാണ്. വെസ്റ്റിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ എന്താണ് പറയുന്നത്, മുസ്ലിം അല്ലെങ്കിൽ ജൂതന്മാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി, ഇതിൽ വരുമ്പം ഒരു ജന്മമേ ഉള്ളൂ. അപ്പം ഇത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് തിരിഞ്ഞ് അന്നേരം നോക്കിയിട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ 3 ഡയമെൻഷൻ അപ്പുറത്തൊക്കെ പോയി 4th ഡയമെൻഷനിലൊക്കെ ചെന്നവർക്ക് ഇത് പറയാൻ പറ്റും. അപ്പം അങ്ങനെ കണ്ടെത്തിയ കാര്യങ്ങളിൽ കുറച്ച് കൺവിൻസിങ് ആയിട്ടുള്ളത്, ഈ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അന്ന് ഇതിനകത്ത് സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്താൽ, ഈ റിച്ച് ആൻഡ് പുവർ നമ്മൾ കാറ്റഗറൈസ് ചെയ്താൽ, അന്ന് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ വളരെ റിച്ചായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ടിലാണ് കൃഷ്ണൻ, ലോർഡ് കൃഷ്ണ അല്ലെങ്കിൽ ദൈവമെന്ന് വിളിക്കുന്ന കൃഷ്ണൻ, ഭഗവത്ഗീതയിൽ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാരം എന്ന് പറയുന്ന കൃഷ്ണനായിക്കോട്ടെ, ബുദ്ധനായിക്കോട്ടെ, മഹാവീർ ആയിക്കോട്ടെ, ഇവരെല്ലാം റോയൽ ഫാമിലിയിലെ ആൾക്കാരാണ്. ഇവരെല്ലാം റിച്ചാണ്. മറുവശത്ത് എടുത്തു നോക്കി, അവരെല്ലാം എന്താണ് പറയുന്നത്, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാതെ, സമ്പത്തില്ലാത്ത, സാധാരണ ദാരിദ്ര്യ ഫാമിലിയിൽ നിന്ന് വന്നവരാണ്. അവരൊക്കെ സർവൈവലിന് വേണ്ടി നിന്നിട്ടുള്ള ആൾക്കാരാണ്. ഇത് ചരിത്രം പറയുന്നതാണ്. അപ്പം ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, അതിൽ പറയുന്നത്, ഈ നമ്മൾ ഇന്നത്തെ കാലത്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, സമ്പത്തുള്ള ആൾക്കാർക്ക് അവർ ശരിക്കും അവർക്ക് എന്താണ് പറയുന്നത്, വിരസതയാണ്, ബോർഡം എന്ന് പറയും.
അവർ ബോറടിക്കുക എന്ന് പറയും ലൈഫിൽ. ഇനി എന്ത് ചെയ്യാനുള്ള, ഒന്നും ചെയ്യാനില്ല, ബോറടിക്കുകയാണ്. അല്ലെങ്കിൽ ഇതാണ് ഇനി ദാരിദ്ര്യമുള്ളവനങ്ങനെ, അവനൊരു കാറ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു വീട് വെക്കണം, അവന് പൈസ ഉണ്ടാക്കണം. അവന് ഒന്നാമത് ഈ ജന്മം അവന് മതിയായി, അവനെന്തിനാ ഇനിയൊരു ജന്മം? അപ്പം ഈ ഒരു കോൺസെപ്റ്റിൽ വന്നതാണ് നമ്മളീ പറഞ്ഞ പുനർജന്മമില്ല എന്ന് വിശ്വസിക്കുന്ന മതം. അപ്പോൾ ഇതൊന്നും ഇന്ന് തെളിയിക്കാൻ നമ്മുടെ ഒരു മെറ്റീരിയലൊന്നുമില്ല. പിന്നെ ഇതൊക്കെ പല പുസ്തകങ്ങളിലും പല പ്രഭാഷണങ്ങളിലൂടെയും കേട്ടതിൽ നിന്ന് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കിടന്ന് ഇങ്ങനെ തർക്കിക്കുകയാണ്, അതിലങ്ങനെ പറഞ്ഞിട്ടില്ല, ഇതിലിങ്ങനെ പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞാലും സത്യം ഒന്നേ ഉള്ളൂ. ആര് പറഞ്ഞാലും സ്പിരിച്വാലിറ്റിയും ക്വാണ്ടം ഫിസിക്സുമായിട്ട് കണക്റ്റഡാണ്. ഇതൊരിക്കലും നശിക്കാത്തതാണ്, ഇത് സർവ്വവ്യാപിയാണ്. പിന്നെ ഇത് നമ്മൾ വിശ്വസിക്കുന്നത് ശരിക്കും യഥാർത്ഥം സത്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതൊരു ഇല്യൂഷനാണ്. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ വിവരമില്ലാത്തവൻ എന്താണ് പറയുന്നത്, ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിനാണ് തനി വിവരക്കേടെന്ന് പറയുന്നത്. അതിന് ഇവരിപ്പുറത്ത് ഇല്യൂഷൻ എന്ന് വെസ്റ്റ് പറയും, ഇന്ന് ഈസ്റ്റിൽ മായ എന്ന് പറയും. നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് സിനിമയാണ് സത്യം എന്ന് വിചാരിച്ച് നമ്മൾ ചിരിക്കുകയും കരയുകയൊക്കെ ചെയ്യാറില്ലേ? ഇതാണ് നമ്മുടെ അവസ്ഥ. നമുക്ക് ചുറ്റും നടക്കുന്നതൊന്നും സത്യമല്ല. ഒന്ന് ആലോചിക്കുക, എന്ത് വിചിത്രമാണ്. ഈ ഒരു ദിവസം രാവിലെ എണീറ്റ് എന്തിനാ ഓടുന്ന, ജോലിക്ക് പോവാണ്, എന്തിന്? ശമ്പളത്തിന്. ശരി, ശമ്പളം എന്തിന്? അത് വീട്ടുകാരെ പോട്ടെ. ശരി, ലോൺ എന്തിനാ? അത് വീട് വെക്കാൻ, കാറ് വെക്കാൻ. ഉള്ള വീട് പോരെ, ഉള്ള കാറ് പോരെ. അപ്പോൾ ഇതെല്ലാം റാറ്റ് റേസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇതിങ്ങനെ ഓടിച്ചോണ്ടിരിക്കും. ലേഡി ഓടുന്നത് പോലെ ഓടിക്കൊണ്ടേയിരിക്കും. കുരങ്ങൻ ചാടുന്ന കണക്ക് ചാടിക്കൊണ്ടിരിക്കും. ഒരു ജോലിയിൽ നിന്ന് വേറൊരു ജോലി, ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്, ഒരു കാറിൽ നിന്ന് വേറൊരു കാറ്, പിന്നെ ഒരു ആത്മീയ ഗുരുവിൽ നിന്ന് വേറെ ആത്മീയ ഗുരു, ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് ചാടുക. ഇതെല്ലാം കുരങ്ങന്മാരുടെ സ്വഭാവമാണ്. അപ്പോൾ ഇത് ചാടിരാ രാമ എന്ന് പറയുന്ന ആരാണ്? ഈ കച്ചവടം ചെയ്യുന്നതാണ്. എനിക്കൊരു ആശ്രമമുണ്ട്, എനിക്കൊരു അമ്പലമുണ്ട്, എൻ്റെ കുറേ പുസ്തകമുണ്ട്, അത് വിൽക്കാൻ വേണ്ടി എല്ലാ കാലത്തും ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കൊരു പള്ളിയോ അല്ലെങ്കിൽ ഒരു മോസ്കോ ഉണ്ടെങ്കിൽ ഞാൻ ആ റിലീജനെ തള്ളും. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് നോക്കുക. ചെറിയ തള്ളലൊന്നുമല്ല ഇവർ തള്ളുന്നത്. പിന്നെ ഒരു മതവും പറയാത്ത ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നോക്കണം. ഇവർക്ക് 4th ഡയമെൻഷനിൽ കടക്കാൻ പറ്റിയിട്ടുള്ളവരാണ്. ഇവർ 4th ഡയമെൻഷനിൽ എങ്ങനെ കടന്നു എന്ന് ചോദിച്ചാൽ അവർക്കും അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ. പിന്നെ അവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ ശങ്കരാചാര്യർ അങ്ങനെ പറഞ്ഞു, എട്ടമ്പി സ്വാമിയോട് ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പറയുന്നതല്ലാതെ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ തന്ത്രവും മന്ത്രവും എടുത്ത് വെച്ച് തലകുത്തനിരുന്ന് അഭ്യാസം ചെയ്ത് കടന്നവരാണ്. അല്ലാതെ ചുമ്മാ കുറേ പുസ്തകവും വായിച്ച് ഒരു നിർവ്വാണം പോയിട്ടൊരു ബോധോദയം കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇതല്ലാതെയുള്ള ആൾക്കാരുണ്ട്. രമണ മഹർഷി ഇതൊന്നും ചെയ്തിട്ടില്ല. അത് അറിവിൻ്റെ ലോകമാണ്, അത് വിചാരം ചെയ്യുകയാണ്. അവിടെ ഇതൊന്നും വേണ്ട. എന്തായാലും വളരെ നല്ല രസമുണ്ട്. ഒരു ബുക്ക് വായിച്ചാൽ നമ്മൾ തൃപ്തിയാകത്തില്ല. 10,000 ബുക്ക് വായിച്ചാലും തൃപ്തിയാകത്തില്ല. എത്ര പേരെ ഇൻ്റർവ്യൂ ചെയ്താലും നമുക്ക് തൃപ്തിയാകത്തില്ല. കാര്യം എന്താ? യഥാർത്ഥത്തിലുള്ളത് നമ്മളെ ഇവരെ അറിയിക്കത്തില്ല. അതാണ് യഥാർത്ഥത്തിലുള്ളത്. നീന്തൽ വളരെ സിമ്പിളാണ്. പക്ഷേ നമ്മൾ ഒരു വർഷമായിട്ട് നീന്തൽ പഠിച്ചിട്ട് നീന്താൻ പറ്റിയില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ നീന്തൽ നിർത്തും, പഠിത്തം, അല്ലെങ്കിൽ പിന്നെയും കണ്ടിന്യൂ ചെയ്യും. നീന്തുന്ന വരെയും നമ്മൾ തുടരും. ഇനി ഡ്രൈവിംഗ് പഠിച്ച പലരും ഉണ്ട്. ചിലർ ലൈസൻസ് വരെ എടുത്തു, പക്ഷേ പിന്നെ വണ്ടി ഓടിക്കാൻ പേടിയാണ്. ചിലർക്ക് ലൈസൻസ് ഇല്ല, പക്ഷേ അവർ വണ്ടി ഓടിക്കുന്നുണ്ട്. ഇതാണ് ആത്മീയത. ഈ നമുക്ക് ചുറ്റും നടക്കുന്ന ആത്മീയതയും കുന്തവും കുടച്ചക്രമൊന്നുമല്ല, തനി കച്ചവടമാണ്, പ്യുവർ കച്ചവടം. അതുകൊണ്ട് ഇതെവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ അവരവർ തന്നെ അവരവരുടെ ഭക്ഷണം ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ലേ? അവരവർ കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിച്ചു നോക്കി. ആര് പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്? ആരോ പറഞ്ഞു. മിനിമം അതെങ്കിലും പഠിക്കൂ. കഫം, വാതം, പിത്തം 3 ടൈപ്പുണ്ട്. ഇനി ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ ചില ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം ബോഡി റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്.
അപ്പം നമ്മളെക്കുറിച്ച് ഒരു കാര്യവും ശ്രദ്ധിക്കാതെ കുറേ യൂട്യൂബും പുസ്തകവും കുറേ ചപ്ലാന്തി സാധനം എടുത്ത് വെച്ച് നമ്മൾ പറയണം ഇതാണ് ആത്മീയത. എന്തൊരു സുഖം. നമ്മൾ മൈൻഡ്ഫുൾനെസ് പറയും, അത് പറയും, ഇത് പറയും. നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ? നിങ്ങൾക്ക് കാമം വരുന്നുണ്ടോ? എന്ന് വെച്ചാൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ആത്മീയ പാതയിലല്ല. ക്രോധമുണ്ടോ? ദേഷ്യമുണ്ടോ? സിസ്റ്റം അങ്ങനെയാണ്, സിസ്റ്റം ഇങ്ങനെയാണ്, ഇവിടെ ഒന്നും ശരിയല്ല എന്ന് പറയുന്നില്ലേ? മോദി അങ്ങനെ, പിണറായി ഇങ്ങനെ, ട്രംപ് അങ്ങനെ ഇങ്ങനെ. അപ്പം നിങ്ങൾ ആത്മീയതല്ല. അപ്പം കാമം, ക്രോധം, ലോപം. അമ്പലത്തിൽ പോകണം, എനിക്ക് ആത്മീയ പ്രഭാഷണത്തിൽ പോകണം, ഉണ്ടോ? ലോപം. അപ്പം നിങ്ങൾ ആത്മീയതയായിട്ട് യാതൊരു കാമം, ക്രോധം, മോഹം. ഏതാ? എനിക്ക് സംസ്കൃതം പഠിക്കണം, എനിക്ക് ആത്മീയത പഠിക്കണം, അത് മോഹമാണ്. അപ്പം നിങ്ങൾ ആത്മീയമല്ല. കാമം, ക്രോധം, മോഹം, ലോകം, മതം, മാത്സര്യം. എന്തിനെങ്കിലും മത്സരമുണ്ടോ? എനിക്കുള്ളത് പോരാ, എനിക്ക് ഇന്നതാവണം, ഉണ്ടോ? ഉണ്ടെങ്കിൽ, അതായത് തൃപ്തിയില്ലാത്ത വർഗം എന്ന് പറയത്തില്ലേ, ഇല്ലെങ്കിൽ നിങ്ങൾ ആത്മീയതയായിട്ട് ഒരു ചക്കയും മാങ്ങയും അല്ല. പിന്നെന്താണ് ആത്മീയത എന്ന് ചോദിച്ചാൽ ശാന്തിയും സമാധാനവും. എന്തോ ശാന്തിയും സമാധാനവും? ഒരു റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ആഹാരം റേഷൻ കടയിൽ നിന്ന് കിട്ടും. പിന്നെന്താ വേണ്ടത്? കിടക്കാൻ സ്ഥലമില്ലേ? അത് സർക്കാർ കൊടുക്കും, ഭൂമിയും വീടും വെച്ച് തരും. പിന്നെന്താ? പിന്നൊരു ചക്കയില്ല, മാങ്ങയില്ല. ഇത് നമ്മുടെ ബിസിനസ്സുകാർ നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് നമ്മുടെ എല്ലാ കാലത്തും അടിമകളെ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടുപോകും. ഈ 98% അടിമകളാണ്. 98 99 പോലും പറയാൻ പറ്റത്തില്ല. 99.9. മൊത്തം 9 കോർപ്പറേഷനാണ് വേൾഡ് റൂൾ ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന കാറ്, സാധനം എല്ലാം 9 അവന്മാരുടെയാണ്. അതിനകത്ത് കൊക്കക്കോളയുണ്ട്. അല്ലെങ്കിൽ നെറ്റിൽ കയറി അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ തീരുമാനിക്കും നമ്മൾ എന്ത് ഉപയോഗിക്കണം, എന്ത് കഴിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. കുരങ്ങനെ ചാട് രാമ ചാടെന്ന് പറയുന്ന കണക്ക് നമ്മളിങ്ങനെ ഭ്രാന്തന്മാരൊക്കെ ഇട്ട് പറയണം. ഒന്നും മനസ്സിലാവുന്നില്ല. എന്ത് മനസ്സിലാവുന്നില്ല? മനസ്സിലാവണമെങ്കിൽ പുസ്തകം തുറക്കണം, വല്ലതും വായിക്കണം. ഇതൊന്നുമില്ല. യൂട്യൂബ് എടുത്ത് വെച്ച് ഒരു പരിചയമില്ല, ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആൾക്കാർ എഴുതിയിട്ടുള്ള പുസ്തകവും പ്രഭാഷണവും കേൾക്കുകയാണ്. ഇന്നലെ വന്നവരെല്ലാം ഒരു കോഴ്സും അറ്റൻഡ് ചെയ്ത് സർട്ടിഫൈഡ് എന്തോന്ന് പറയുന്നത് ആൽക്കമിസ്റ്റ്, സർട്ടിഫൈഡ് ട്രെയിനർ, ലൈഫ് കോച്ച്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് എനിക്കിതാണെന്ന് പറയാനുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റിലിടുക. അങ്ങനെയാണ് ഒരു ഫ്രഷ് വീഡിയോ ഞാൻ ചെയ്യുന്നത്. താങ്ക് യു.